الحمد لله رب العالمين وصلى الله وسلم على خير خلقه محمد وعلى آله وصحابته أجمعين أما بعد أعوذ بالله السميع العليم من الشيطان الرجيم من همزه ونفخه ونفثه بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം രചിച്ചിട്ടുള്ള ഖാഇദത്തുൻ ഫി സ്വബ്രി വശുക്ർ, സ്വബറിനെ കുറിച്ചും ശുക്രിനെ കുറിച്ചും പറയുന്ന ഒരു ചെറിയ റിസാലയാണ് വായിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറയുന്നു, ജഅല അല്ലാഹു സുബ്ഹാനഹു ഇബാദഹുൽ മുഅ്മിനീന ബികുല്ലി മൻസിലത്തിൻ ഖൈറൻ മിൻഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വിശ്വാസികളായ അടിമകളെ എപ്പോഴും ഖൈറിലാക്കിയിരിക്കുന്നു. ഫഹും ദായിമൻ ഫീ നിഅമത്തിൻ മിർ റബ്ബിഹിം, അവർ അവരുടെ റബ്ബിന്റെ അടുക്കൽ നിന്നുള്ള നിഅമത്തിലാണ് എപ്പോഴും. അസ്വാബഹും മാ യുഹിബ്ബൂന ഔ മാ യക്റഹൂൻ, അവർക്ക് സന്തോഷകരമായ കാര്യങ്ങൾ ഉണ്ടായാലും അവർക്ക് പ്രയാസകരമായ കാര്യങ്ങൾ ഉണ്ടായാലും ഒക്കെ അവർ നിഅമത്തിലാണ്, അവർ ഖൈറിലാണ് എന്ന് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറയുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികൾക്ക് വിധിക്കുന്ന ഓരോ വിധികളും അവന് അനുകൂലമാക്കി തീർത്തിരിക്കുകയാണ്. ബാഹ്യമായി പ്രത്യക്ഷമായി അവന് പ്രയാസകരമായ വിധിയായാലും ക്ഷമയിലൂടെ ആ വിധിയെ പ്രതിഫലാർഹമാക്കി മാറ്റാൻ വിശ്വാസിക്ക് സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, അജബൽ ലിഅംരിൽ മുഅ്മിൻ, ഒരു മുഅ്മിനിന്റെ കാര്യം വളരെ അത്ഭുതം തന്നെ. ഇന്ന അംറഹു കുല്ലഹു ലഹു ഖൈർ, അവന്റെ എല്ലാ കാര്യങ്ങളും അവന് ഖൈറാണ്. എന്നിട്ട് റസൂല് പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ എന്തെങ്കിലും ഖൈർ വിധിച്ചു കഴിഞ്ഞാൽ, എന്തെങ്കിലും നന്മ വിധിച്ചു കഴിഞ്ഞാൽ അവൻ അതിന് നന്ദി കാണിക്കും, അതവന് ഗുണമാണ്. ഇനി അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ അവനുണ്ടായാലോ, അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ അവനെ ബാധിച്ചു കഴിഞ്ഞാൽ അവൻ ക്ഷമിക്കും, അതും അവന് ഗുണമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ഇതൊരു മുഅ്മിനല്ലാതെ മറ്റൊരാൾക്കും ഉണ്ടാകുകയില്ല. പ്രയാസഘട്ടത്തിലും അതുപോലെ ഖൈറിന്റെ ഘട്ടത്തിലും നിഅമത്തുകളുടെ അനുഗ്രഹങ്ങളുടെ സമയത്തും ഒരുപോലെ പ്രതിഫലം ലഭിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു മുഅ്മിനല്ലാതെ ഉണ്ടാകുകയില്ല എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ഈ ഗ്രന്ഥത്തിൽ ഷെയ്ഖുൽ ഇസ്ലാം റഹിമഹുല്ലാഹ് അദ്ദേഹം ചർച്ച ചെയ്യുന്നത് ക്ഷമയെ സംബന്ധിച്ചും ശുക്രിനെ സംബന്ധിച്ചുമാണ്. ക്ഷമയെ സംബന്ധിച്ചിട്ടുള്ള ആദ്യ ഭാഗമാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ വായിക്കാൻ ഉദ്ദേശിക്കുന്നത്. ക്ഷമയും ശുക്റും അവ രണ്ടും ഈമാനിൽപ്പെട്ടതാണ്. ചില സലഫുകൾ പറഞ്ഞു, അൽ ഈമാനു നിസ്ഫാൻ, ഈമാൻ എന്ന് പറഞ്ഞാൽ അതിന് രണ്ട് പകുതികളുണ്ട്. നിസ്ഫുൻ സ്വബ്റുൻ വ നിസ്ഫുൻ ശുക്റുൻ, അതിന്റെ ഒരു പകുതി
സ്വബറാണ്, രണ്ടാമത്തെ പകുതി ശുക്റുമാണ്. എന്നിട്ട് അവർ അതിന് തെളിവായിട്ട് ഓതിയത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആയത്താണ്, ഇന്ന ഫീ ദാലിക ലആയാതിൻ ലികുല്ലി സ്വബ്ബാരിൻ ശകൂർ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രാപഞ്ചികമായ കാര്യങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് എടുത്തു പറഞ്ഞതിന് ശേഷം പറയുകയാണ്, ഇതിലെല്ലാം സ്വബ്ബാരിങ്ങളും ശകൂറുകളുമായ ആളുകൾക്കാണ് ദൃഷ്ടാന്തമുള്ളത്. അഥവാ നന്നായി ക്ഷമിക്കുകയും നന്നായി ശുക്ർ കാണിക്കുകയും ചെയ്യുന്ന ആളുകൾക്കാണ് ഇതിലെല്ലാം ദൃഷ്ടാന്തമുള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ശൈഖുൽ ഇസ്ലാം പറയുകയാണ്, വഇദാ അഅ്തബറൽ അബ്ദു അദ്ദീന കുല്ലഹു റആഹു യർജിഉ ബിജുംലതിഹി ഇല സ്വബ്രി വശുക്ർ. ഒരടിമ അവന്റെ ദീനിനെ മൊത്തമായി എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ അവന് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ്, ആ ദീന് മൊത്തമായി സ്വബറിലേക്കും ശുക്രിലേക്കും അടങ്ങുന്നതായി അവന് കാണാൻ സാധിക്കുമെന്നാണ്. അങ്ങനെ ദീന് മൊത്തം സ്വബറിലേക്കും ശുക്രിലേക്കും അടങ്ങുന്നു. അതെങ്ങനെയാണ്? വദാലിക ലിഅന്ന സ്വബ്ര സലാസത്തു അഖ്സാം. കാരണം സ്വബർ എന്ന് പറഞ്ഞാൽ അത് 3 തരത്തിലാണ്. സ്വബറിന് 3 ഇനങ്ങളുണ്ട്. ഒന്ന് സ്വബറുൻ അല ത്വാഅതി ഹത്താ യഫ്അലഹ, അതാണ് ഒന്നാമത്തെ ഇനം. സ്വബറുൻ അല ത്വാഅ ഹത്താ യഫ്അലഹ, സൽപ്രവർത്തനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകളിൽ നിന്ന് താല്പര്യപ്പെടുന്ന, അടിമകളെ സൃഷ്ടിച്ചിട്ടുള്ള ഏതൊരു ലക്ഷ്യത്തിനു വേണ്ടിയാണോ അവന്റെ ഇബാദത്തുകളെ അവൻ സൃഷ്ടിച്ചിട്ടുള്ളത്, ആ ഇബാദത്തുകൾ, ആ ത്വാഅത്തുകൾ ചെയ്യാനുള്ള ക്ഷമ. രണ്ടാമത്തേത് ഫഇന്നൽ അബ്ദ, ശൈഖുൽ ഇസ്ലാം പറയുകയാണ്, ഫഇന്നൽ അബ്ദ ലാ യകാദു യഫ്അലുൽ മഅ്മൂറ ബിഹി ഇല്ലാ ബഅദ സ്വബ്രിൻ വമുസാബറത്തിൻ വമുജാഹദത്തിൻ ലിഅദുവിഹി അല്ലാഹിരി വൽ ബാത്തിൻ. കാരണം ഒരടിമയെ സംബന്ധിച്ചിടത്തോളം അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചിട്ടുള്ള അവന്റെ കൽപ്പനകൾ നിറവേറ്റണമെങ്കിൽ അവൻ നന്നായി പണിയെടുക്കുക തന്നെ ചെയ്യണം. അവന്റെ സ്വന്തത്തോട്, അവന്റെ നഫ്സിനോട് പൊരുതിയാൽ മാത്രമേ, അവന്റെ പ്രത്യക്ഷവും പരോക്ഷവുമായ ശത്രുക്കളോട് പൊരുതിയാൽ മാത്രമേ അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചിട്ടുള്ള മഅ്മൂറാത്തുകൾ അവൻ അനുഷ്ഠിക്കാൻ സാധിക്കുകയുള്ളൂ. ഫബിഹസ്ബി ഹാദ സ്വബ്രി യകൂനു അദാഉഹു ലിൽ മഅ്മൂറാത്തി വഫിഅലുഹു ലിൽ മുസ്തഹബ്ബാത്ത്. അവന്റെ ക്ഷമയുടെ തോത് എത്രയാണോ, അവൻ എത്ര കണ്ട് ക്ഷമയുണ്ടോ അത്ര കണ്ടാണ് അവന് നിർബന്ധമായ കൽപ്പനകളും അതുപോലെ ഐച്ഛികമായ അള്ളാഹുവിന്റെ കൽപ്പനകളും അഥവാ സുന്നത്തായ മുസ്തഹബ്ബാത്തുകളും അവന്റെ ജീവിതത്തിൽ കൊണ്ടുവരാൻ സാധിക്കുക. ഇതാണ് ഇപ്പൊ ഒന്നാമത്തെ ക്ഷമയുടെ ഇനം, അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചിട്ടുള്ള സൽപ്രവർത്തനങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരാനുള്ള ക്ഷമ. അതിന് ക്ഷമ നന്നായി അത്യാവശ്യമാണ്. കാരണം മനുഷ്യന്റെ നഫ്സ് എന്ന് പറഞ്ഞാൽ അമ്മാറത്തുൻ ബിസ്സൂ, തിന്മകൾക്ക് പ്രേരിപ്പിക്കുന്നതും നന്മയോട് അല്പം പ്രയാസം കാണിക്കുന്ന മനസ്സുമാണ് മനുഷ്യൻ്റെത്. അതുകൊണ്ട് തന്നെ നന്മ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ നഫ്സിനോടൊന്ന് പൊരുതിയാൽ മാത്രം സാധിക്കുന്ന കാര്യമാണ്. അതോടൊപ്പം തന്നെ മനുഷ്യപുത്രൻ അവൻ നന്മ ചെയ്തുകൊണ്ട് സ്വർഗത്തിലേക്ക് പോകുന്നത് ഒരിക്കലും ഇഷ്ടപ്പെടാത്ത ശൈത്താനും അവന്റെ കൂട്ടാളികളും, ജിന്നിൽ നിന്നും മനുഷ്യരിൽ നിന്നുമുള്ള അവന്റെ കൂട്ടാളികളും നന്മ ചെയ്യുന്നതിൽ നിന്ന് നമ്മളെ സദാ വിലക്കിക്കൊണ്ടിരിക്കും. ആ ശത്രുക്കൾക്കെതിരെ എല്ലാം പൊരുതുകയും ക്ഷമിച്ചു നിൽക്കുകയും ചെയ്താൽ മാത്രമേ ഒരാൾക്ക് സൽപ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. രണ്ടാമത്തെ ക്ഷമയുടെ ഇനം സ്വബറുൻ അനിൽ മഅസിയ, അഥവാ അള്ളാഹു വിലക്കിയിട്ടുള്ള കാര്യങ്ങളെ ഉപേക്ഷിക്കാനുള്ള ക്ഷമയാണ്. فإن النفس ودواعيها وتزيين الشيطان وقرناء السوء تأمره بالمعصية وتجرئه عليها. ശൈഖുൽ ഇസ്ലാം പറയുകയാണ്, മനുഷ്യന്റെ നഫ്സും അതുപോലെ ശൈത്താനിന്റെ അലങ്കാരമായി തോന്നിപ്പിക്കലും അതുപോലെ വൃത്തികെട്ട കൂട്ടുകെട്ടും ഒരു മനുഷ്യനെ എപ്പോഴും തിന്മക്ക് പ്രേരിപ്പിച്ചു കൊണ്ടേയിരിക്കും. അത് ചെയ്യാൻ അവനത് ധൈര്യം കൊടുക്കും. ശൈത്താൻ തിന്മ ചെയ്യാൻ മനുഷ്യന് ധൈര്യം കൊടുക്കും. അവന്റെ
ദുഷിച്ച കൂട്ടുകെട്ട് തിന്മകൾ ചെയ്യാൻ മനുഷ്യന് ധൈര്യം നൽകും. അതുപോലെ തിന്മകളെ പ്രത്യക്ഷത്തിൽ കണ്ടാൽ അതിന് ചില അലങ്കാരങ്ങളെല്ലാം തോന്നുന്ന രൂപത്തിൽ ശൈത്താൻ അതിനെ ഭംഗിയായി തോന്നിപ്പിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ മനുഷ്യന്റെ പ്രകൃതി എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷത്തെ കണ്ടുകൊണ്ട് വശംവദനാകുന്ന, വഞ്ചിക്കപ്പെടുന്ന പ്രകൃതിയാണ് മനുഷ്യന്റെ പ്രകൃതി. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കലാമിലുള്ളതുപോലെ ഇന്നൻ നഫ്സ ലഅമ്മാറത്തുൻ ബിസൂ, മനുഷ്യന്റെ നഫ്സ് എന്ന് പറഞ്ഞാൽ ആ നഫ്സ് എപ്പോഴും അവനോട് പ്രവർത്തിക്കാൻ, തിന്മ പ്രവർത്തിക്കാൻ എപ്പോഴും കൽപ്പിക്കുന്ന മനസ്സാണ് മനുഷ്യന്റെ മനസ്സ്. അതുകൊണ്ട് തന്നെ ആ തിന്മകളെ മനുഷ്യന്റെ മനസ്സ് കൽപ്പിക്കുന്ന, അത് ഭംഗിയായി തോന്നിപ്പിക്കുന്ന, അതുപോലെ പിശാചിന്റെ കൂട്ടാളികളും ഭംഗിയായി തോന്നിപ്പിക്കുന്ന ആ തിന്മകളെ ഉപേക്ഷിക്കണമെങ്കിൽ സ്വബറുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ. ഒരാൾക്ക് എത്ര കണ്ട് സ്വബറുണ്ടോ അത്ര കണ്ട് അവന് തിന്മയെ ഉപേക്ഷിക്കാൻ സാധിക്കും. എന്നിട്ട് സലഫുകളിൽപ്പെട്ട ചില മഹാന്മാരുടെ വാചകം ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ ഇവിടെ ഈ സ്വബറിനെ കുറിച്ച്, സ്വബറിന്റെ രണ്ടാമത്തെ ഇനമായ തിന്മകൾ ഉപേക്ഷിക്കാനുള്ള സ്വബറിനെ കുറിച്ച്, അതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് പറയുന്ന വാചകം ശൈഖുൽ ഇസ്ലാം ഇവിടെ ഉദ്ധരിക്കുകയാണ്. അഅമാലുൽ ബിർരി യഫ്അലുഹാ അൽ ബർറു വൽ ഫാജിർ, നന്മ ചിലപ്പോൾ നല്ല മനുഷ്യനും തോന്നിവാസിയും ചെയ്യും. സൽപ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ നന്മകൾ ചിലപ്പോൾ തോന്നിവാസം പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യനും ചിലപ്പോൾ എപ്പോഴെങ്കിലും നന്മ ചെയ്യും. അതുപോലെ നല്ല മനുഷ്യനും നന്മ ചെയ്യും. ولا يقدر على ترك المعاصي إلا صديق, എന്നാൽ തിന്മകൾ ഉപേക്ഷിക്കാൻ സിദ്ദീഖനല്ലാതെ അഥവാ സത്യസന്ധമായ ഈമാനുള്ള വ്യക്തിക്കല്ലാതെ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ തിന്മകൾ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസി വളരെയധികം പ്രാധാന്യത്തോടു കൂടി കാണേണ്ടതാണ്. അതിനു വേണ്ടിയിട്ടുള്ള ക്ഷമ ആർജിക്കാൻ അവൻ പരിശ്രമിക്കുകയും അവന്റെ നഫ്സിന് അതിനവൻ ശീലമാക്കുകയും ആ ക്ഷമയെ അവൻ ശീലമാക്കുകയും വേണം. മൂന്നാമത്തെ ക്ഷമയുടെ ഇനം അസ്വബുറു അലാ മാ യുസീബുഹു ബിഗൈരി ഇഖ്തിയാരിഹി മിനൽ മസായിബ്, മനുഷ്യൻ അവന്റെ ഇഷ്ടപ്രകാരമല്ലാതെ അവനെ ബാധിക്കുന്ന പ്രയാസങ്ങൾ, അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് അവനെ ബാധിക്കുന്ന പ്രയാസങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അവൻ കൈക്കൊള്ളേണ്ട ക്ഷമയാണ്. ശൈഖുൽ ഇസ്ലാം പറയുന്നു, ആ ക്ഷമ രണ്ട് രൂപത്തിലുണ്ട്. വഹിയ നൗആൻ, ഈ പറഞ്ഞ ക്ഷമ രണ്ട് രൂപത്തിലുണ്ട്. ഒന്നാമത്തത് സൃഷ്ടികൾക്ക് ഒരു നിലക്കും കൈകടത്തൽ സാധ്യമല്ലാത്ത, ഒന്നും ചെയ്യാൻ കഴിയാത്ത പരീക്ഷണങ്ങൾ ഉണ്ടാകാം. ഏതുപോലെ കൽ അംറാദി വഗൈരിഹ, അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് മനുഷ്യന്മാരെ ബാധിക്കുന്ന രോഗങ്ങൾ പോലെയുള്ള പരീക്ഷണങ്ങൾ. ഇത്തരം പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ ഇത്തരം കാര്യങ്ങളുടെ സമയത്ത് ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമാണ്. കാരണം എന്താ? കാരണം ഇത്തരം പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരടിമക്ക് മനസ്സിലാകും അത് അള്ളാഹുവിന്റെ ഖളാ ആണ്, അള്ളാഹുവിന്റെ വിധിയാണ്, അവന്റെ ഖദറാണ് എന്നൊരടിമക്ക് ബോധ്യപ്പെടും. മനുഷ്യന്മാർക്ക് ഇതിലൊരു കൈകടത്തലും സാധിക്കുകയില്ല എന്നും അവന് മനസ്സിലാകും. അപ്പൊ ഇങ്ങനെ ഒരു ചിന്ത ഉണ്ടായിക്കഴിഞ്ഞാൽ ഒന്നല്ലെങ്കിൽ അവൻ അള്ളാഹുവിന്റെ വിധിക്ക് കീഴൊതുങ്ങിക്കൊണ്ട് അതിന് പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ക്ഷമിക്കും, അല്ലെങ്കിൽ നിർബന്ധിതമായി അവൻ ക്ഷമിക്കേണ്ടി വരും. അവൻ ഇതിലിപ്പോ ഞാൻ അക്ഷമ കാണിച്ചിട്ട് കാര്യമില്ല, അതുകൊണ്ടൊരു പ്രത്യേകിച്ച് പ്രയോജനമില്ല എന്ന് വിചാരിച്ചുകൊണ്ട് അവൻ നിർബന്ധിതനായെങ്കിൽ ആയിക്കൊണ്ടെങ്കിലും ക്ഷമിക്കും. എന്നിട്ട് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പറയുകയാണ്, ഇത്തരം പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ فإن فتح الله على قلبه باب الفكرة في فوائدها وما في حشبها من النعم والألطاف انتقل من الصبر عليها إلى الشكر لها والرضا بها. ഇത്തരം പരീക്ഷണങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ നിന്നുണ്ടാകുന്ന രോഗം പോലെയുള്ള പരീക്ഷണങ്ങൾ ഒരടിമയെ ബാധിക്കുന്ന സമയത്ത് ആ അടിമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് പിന്നിലുള്ള രഹസ്യങ്ങളെ മനസ്സിലാക്കാനുള്ള
അറിവ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഹൃദയത്തിന് തുറന്നു കൊടുത്താൽ അവൻ ഒരടിമയെ സംബന്ധിച്ചിടത്തോളം അവന് സ്വബറിന് പകരം ശുക്ർ കാണിക്കുന്ന തലത്തിലേക്ക് അവൻ ഉയരുമെന്നാണ്. ഇത്തരം പരീക്ഷണങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ആ പരീക്ഷണങ്ങൾക്ക് പിന്നിൽ അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ ഒരടിമയുടെ ഹൃദയത്തിന് സാധിച്ചാൽ, അല്ലെങ്കിൽ ഒരടിമ അതിന് കണ്ട് ഉയർന്നു കഴിഞ്ഞാൽ, ചിന്തിച്ചു കഴിഞ്ഞാൽ, അവൻ ആ പരീക്ഷണത്തിൽ ക്ഷമിക്കുന്നതിനപ്പുറത്ത് ആ പരീക്ഷണത്തിന് നന്ദി കാണിക്കുന്നവനായി മാറാൻ അവന് സാധിക്കുമെന്നാണ്. അപ്പോൾ അവന്റെ വിഷയത്തിൽ ആ പരീക്ഷണത്തിനപ്പുറത്ത് ഒരു നിഅമത്തായി മാറുന്നു. അവൻ ആ സൽവൃത്തനായ ആ അടിമ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരീക്ഷണത്തിന്റെ ഹിക്മത്ത് മനസ്സിലാക്കിയ ആ സൽവൃത്തനായ അടിമ അവൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, റബ്ബി അഇന്നി അലാ ദിക്രിക വ ശുക്രിക വ ഹുസ്നി ഇബാദതിക. റബ്ബേ, നിനക്ക് ദിക്ർ നടത്താനും നീ ചെയ്തു തന്ന നിഅമത്തുകൾക്ക് ശുക്ർ കാണിക്കാനും നല്ല രൂപത്തിൽ നിനക്ക് ഇബാദത്ത് എടുക്കാനും എന്നെ നീ സഹായിക്കണേ എന്ന് അവൻ ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും. എപ്പോഴാണ് ഒരടിമയ്ക്ക് ഇതിന് സാധിക്കുക? അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ അഥവാ രോഗം പോലെയുള്ള അള്ളാഹുവിന്റെ പരീക്ഷണങ്ങളുടെ പിന്നിൽ അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള അവന്റെ ഹിക്മത്തുകൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, അള്ളാഹു സുബ്ഹാനഹു വ തആല അതിലൂടെ ഒരടിമയ്ക്ക് ഭാവിയിൽ വരുത്താനിരിക്കുന്ന നന്മകൾ അവൻ മനസ്സിലാക്കി കഴിഞ്ഞാലാണ് അവന് ഇപ്രകാരം പറയാൻ സാധിക്കുക. എന്നിട്ട് ശൈഖുൽ ഇസ്ലാം പറയുന്നു, ഇതാർക്കാണ് പറയാൻ സാധിക്കുക? വഹാദാ യഖ്വാ വയദ്ഉഫു ബിഹസ്ബി ഖുവ്വതി മഹബ്ബത്തിൽ അബ്ദി ലില്ലാഹി വദഅഫിഹാ. ഈ പറയുന്ന കാര്യം ഓരോരുത്തരുടെയും അള്ളാഹുവിനോടുള്ള മഹബ്ബത്തിന്റെ ഏറ്റവ്യത്യാസത്തിനനുസരിച്ച് ഇത് കൂടിയും കുറഞ്ഞും കൊണ്ടിരിക്കും. അള്ളാഹുവിനോടുള്ള മഹബ്ബത്ത് ഒരാൾക്ക് എത്ര കണ്ടുണ്ടോ അതിനനുസരിച്ച് അവൻ അവന്റെ പരീക്ഷണങ്ങളുടെ സമയത്ത് അള്ളാഹുവിന് ശുക്ർ കാണിക്കും. അത് കുറയുന്നതിനനുസരിച്ച് അവൻ അക്ഷമനാകും. അവൻ ചിലപ്പോൾ നിർബന്ധിതമായിട്ട് അവൻ ശ്രമിക്കുന്ന ആ തലത്തിലേക്ക് അവൻ താഴോട്ട് പോരാൻ സാധ്യതയുണ്ട്. ഇനി നാലാമത്തെ സ്വബറിന്റെ ഇനം, അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്മാർക്ക് നൽകുന്ന പ്രാപഞ്ചികമായ അവന്റെ പരീക്ഷണങ്ങളെ ശൈഖുൽ ഇസ്ലാം ഇവിടെ രണ്ടാക്കി തിരിച്ചിരിക്കുകയാണ്. ഒന്ന്, മനുഷ്യർക്ക് ഒരു വിധത്തിലുമുള്ള ദഖലുമില്ലാത്ത, കൈകടത്തലിനും സാധ്യമല്ലാത്ത പരീക്ഷണങ്ങൾ. രണ്ടാമത്തത്, മനുഷ്യന്റെ സമ്പത്തിലും അതുപോലെ അവന്റെ അഭിമാനത്തിലും അതുപോലെ അവന്റെ നഫ്സിന്റെ വിഷയത്തിലുമെല്ലാം അവനെ ബാധിക്കുന്ന പ്രയാസങ്ങൾ. ഈ കാര്യങ്ങൾ, ഈ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ വളരെയധികം പ്രയാസമാണ്. എന്ന് പറഞ്ഞാൽ രോഗം പോലെയുള്ള പരീക്ഷണങ്ങൾ വരുമ്പോഴുള്ള ക്ഷമ പോലെയല്ല. നമ്മുടെ ശത്രുക്കൾ നമ്മുടെ സമ്പത്ത് അപഹരിച്ചു, അല്ലെങ്കിൽ ഒരാൾ നമ്മെ വധിക്കാൻ വേണ്ടി വന്നു, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ഒരാളെ വധിക്കാൻ വേണ്ടി വന്നു, നമ്മുടെ അഭിമാനത്തെ ഒരാൾ ക്ഷതപ്പെടുത്തി. ഇത്തരത്തിലുള്ള അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് പ്രയാസകരമാണ്. കാരണം മനുഷ്യന്റെ പ്രകൃതി എന്ന് പറഞ്ഞാൽ അവൻ പ്രതികാരമെടുക്കുന്ന പ്രകൃതിയാണ്. പ്രതികാരം ചോദിക്കുന്ന പ്രകൃതിയാണ് മനുഷ്യൻ്റെത്. അവൻ അതിജയിക്കപ്പെടുന്നത് അവൻ ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല. മറ്റൊരാളുടെ കീഴിൽ നിൽക്കുന്നത്, അല്ലെങ്കിൽ മറ്റൊരാളാൽ അതിജയിക്കപ്പെടുന്നത് ഒരിക്കലും മനുഷ്യന്റെ നഫ്സ് ഇഷ്ടപ്പെടാത്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ സമ്പത്തിനോ അല്ലെങ്കിൽ അഭിമാനത്തിനോ നഫ്സിനോ ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ മനസ്സിന് പെട്ടെന്ന് പ്രതികാരമെടുക്കാൻ അവന്റെ നഫ്സ് അവനെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. ഇത്തരം സന്ദർഭത്തിൽ ക്ഷമിക്കാൻ ആർക്കാണ് കഴിയുക? ഫലാ യസ്ബിറു അലാ ഹാദ അൻ-നൗഇ ഇല്ലൽ അൻബിയാ വസ്സിദ്ദീഖൂൻ. ഇത്തരം സന്ദർഭത്തിൽ ക്ഷമിക്കാൻ കഴിയുക അംബിയാക്കൾക്കും സത്യസന്ധമായ ഈമാനുള്ള സിദ്ദീഖുകൾക്കും മാത്രമാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം പറയാറുണ്ടായിരുന്നു. അദ്ദേഹത്തിന് എന്തെങ്കിലും പ്രയാസം ഉണ്ടായി കഴിഞ്ഞാൽ പ്രവാചകൻ ഇപ്രകാരം പറയാറുണ്ടായിരുന്നു, യർഹമുല്ലാഹു മൂസ, അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മേൽ റഹ്മത്ത് ചൊരിയട്ടെ.
ലഖദ് ഊസിയ ബി അക്സറ മിൻ ഹാദാ ഫസബർ. അദ്ദേഹത്തിന് എനിക്കിപ്പോൾ ഏൽക്കേണ്ടി വന്ന പ്രയാസത്തെക്കാൾ എത്രയോ അധികം പ്രയാസങ്ങൾ ഏൽക്കേണ്ടി വന്നിരുന്നു. പക്ഷെ അദ്ദേഹം അപ്പോഴൊക്കെ ക്ഷമിച്ചത് കാരണത്താൽ അദ്ദേഹത്തിന് അള്ളാഹുവിന്റെ റഹ്മത്തുണ്ടാകട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന് വല്ല പ്രയാസങ്ങൾ ഏൽക്കുന്ന സമയത്ത് പറയാറുണ്ടായിരുന്നു. പ്രവാചകൻ മറ്റൊരു പ്രവാചകന്റെ ഒരു സംഭവം പറയുകയുണ്ടായി. അദ്ദേഹത്തിന്റെ ഖൗമിൽപ്പെട്ട ഒരാൾ അദ്ദേഹത്തെ അടിച്ചു. ആ സമയത്ത് ആ പ്രവാചകൻ പറഞ്ഞു, അല്ലാഹുമ്മ ഗ്ഫിർ ലി ഖൗമി, അല്ലാഹുവേ എന്റെ ജനതയ്ക്ക് നീ പുറത്തു കൊടുക്കണമേ, ഫഇന്നഹും ലാ യഅലമൂൻ, അവർ വിവരമില്ലാത്ത ആളുകളാണ്. ഇത്തരത്തിലുള്ള ക്ഷമ അഥവാ മനുഷ്യന്മാരിൽ നിന്ന് ഏൽക്കേണ്ടി വരുന്ന സ്വന്തം നഫ്സിന്റെയും സമ്പത്തിന്റെയും അഭിമാനത്തിന്റെയും എല്ലാം വിഷയത്തിൽ ഏൽക്കേണ്ടി വരുന്ന പ്രയാസങ്ങൾ, ആ വിഷയത്തിൽ ക്ഷമിച്ചു കഴിഞ്ഞാൽ ഒരാൾക്കുണ്ടാകുന്ന നന്മകൾ എന്തെല്ലാമാണ്? ശൈഖുൽ ഇസ്ലാം പറയുന്നു, വഹാദ നൗഉ മിനസ് സ്വബരി ആഖിബതുഹു അൻ-നസ്റു വൽ ഹുദാ വസ്സുറൂറു വൽ അംനു വൽ ഖുവ്വതു ഫീ ദാത്തില്ലാഹ് വസിയാദത്തുൻ ഫീ മഹബ്ബത്തില്ലാഹ് വമഹബ്ബത്തുൻ നാസി ലഹു വസിയാദത്തുൻ ഫിൽ ഇൽം. കുറച്ച് കാര്യങ്ങൾ ശൈഖുൽ ഇസ്ലാം പറയുകയാണ്. ഇത്തരം സന്ദർഭങ്ങളിൽ മനുഷ്യൻ പ്രതികാരം എടുക്കാതെ അവൻ ക്ഷമിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഫലമായി അവന് വിജയം കരസ്ഥമാക്കാൻ സാധിക്കും, അവന് സന്മാർഗത്തിൽ എത്തിപ്പെടാൻ സാധിക്കും. അതുപോലെ അവന്റെ ഹൃദയത്തിന് സന്തോഷമുണ്ടാകും, അവൻ നിർഭയനായിരിക്കും. അതുപോലെ അള്ളാഹുവിന്റെയും ജനങ്ങളുടെ എല്ലാ മഹബ്ബത്ത് അത് മുഖേന അവന് കൈവരുകയും ചെയ്യും. അതിനുള്ള തെളിവെന്താണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു പ്രവാചകന്മാരെ സംബന്ധിച്ച്, വജഅൽനാ മിൻഹും അഇമ്മതൻ യഹ്ദൂന ബിഅംരിനാ ലമ്മാ സ്വബറു. ആ പ്രവാചകന്മാരിൽ നിന്ന് നാം ഇമാമുകളെ ഉണ്ടാക്കി. ആ പ്രവാചകന്മാരിൽ നിന്ന് നാം ഇമാമുകളെ, അയിമ്മത്തിനെ, നേതാക്കന്മാരെ ഉണ്ടാക്കി. എപ്പോൾ? ലമ്മാ സ്വബറു, അവർ സ്വബർ കാണിച്ചപ്പോൾ. സ്വബർ കാണിച്ച സമയത്ത് നാം അമ്പിയാക്കന്മാരെ ഇമാമുകളാക്കി. വകാനൂ ബിആയാതിനാ യൂഖിനൂൻ. ആ അമ്പിയാക്കന്മാർ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച്, അള്ളാഹുവിന്റെ ആയാത്തുകളെ കുറിച്ച് ദൃഢവിശ്വാസമുള്ള യഖീനുള്ള ആളുകളായിരുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ശൈഖുൽ ഇസ്ലാം പറയുന്നു, ഫബിസ്സബ്രി വൽ യഖീനി യനാലുൽ ഇമാമതു ഫിദ്ദീൻ. ഫബിസ്സബ്രി വൽ യഖീനി യനാലുൽ ഇമാമതു ഫിദ്ദീൻ. സ്വബർ കൊണ്ടും യഖീൻ കൊണ്ടുമാണ് ഒരാൾക്ക് ഇമാമത്ത് ലഭിക്കുക, ഒരാൾക്ക് നേതൃത്വവും ഒരാൾക്ക് ജനങ്ങളുടെ മാതൃകാ യോഗ്യനുമാകാൻ സാധിക്കുക. فإذا انضاف إلى هذا الصبر قوة اليقين والإيمان ترقى العبد في درجات السعادة بفضل الله تعالى وذلك فضل الله يؤتيه من يشاء والله ذو الفضل العظيم. الله سبحانه وتعالى ഒരാൾക്ക് ക്ഷമിക്കാനുള്ള സബറിനുള്ള അവസരം നൽകുകയും അവനെ ദൃഢവിശ്വാസിയാക്കുകയും ചെയ്തു. അതിനുശേഷം ശക്തമായ ഈമാൻ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ അനുഗ്രഹിക്കുക കൂടി ചെയ്തു കഴിഞ്ഞാൽ അവൻ ഓരോ സആദത്തിന്റെ, സൗഭാഗ്യത്തിന്റെ ഓരോ പടികൾ താണ്ടിക്കൊണ്ടേയിരിക്കും. അവൻ അതിന്റെ പടികളിലേക്ക് ഉയർന്നു പോയിക്കൊണ്ടേയിരിക്കും. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഇഷ്ടപ്പെടുന്ന, അവൻ ഉദ്ദേശിക്കുന്ന അവന്റെ അടിമകൾക്ക് കൊടുക്കുന്ന ഒരു സൗഭാഗ്യമാണ്. സ്വബറിനും അതുപോലെ യഖീനിനും അതുപോലെ ഖുവ്വത്തുൽ ഈമാനിനും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകളിൽ നിന്ന് ചില ആളുകളെ തെരഞ്ഞെടുക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങേയറ്റം ഫളൽ കാണിക്കുന്നവനാണ് എന്ന് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ പറയുന്നു. ഈ ആയത്തിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള കാര്യം, ഒരാൾക്ക് ദീനിന്റെ വിഷയത്തിൽ ഇമാമാകണമെങ്കിൽ അവന് സ്വബറും യഖീനും അനിവാര്യമാണ്. പ്രവാചകന്മാർക്ക് ഈ രണ്ട് ഗുണങ്ങളും ഉണ്ടായപ്പോഴാണ് അവർക്ക് ഇമാമത്ത് ലഭിച്ചത്, ദീനിന്റെ വിഷയത്തിൽ ഇമാമത്ത് ലഭിച്ചത് എന്നാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ പറയുന്നത് ഈ ആയത്തിന്റെ വെളിച്ചത്തിൽ. നമ്മളും സാധാരണ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ, അല്ലാഹുവേ നീ ഞങ്ങൾ മുത്തഖീങ്ങളുടെ ഇമാമാക്കണേ. ആ പ്രാർത്ഥന, ആ ഇമാമത്ത് നമുക്ക് ലഭിക്കണമെങ്കിൽ ഈ രണ്ട് ഗുണവും നമുക്കുണ്ടാകണം. അഥവാ ഒന്ന് സ്വബർ ഉണ്ടാവണം, രണ്ടാമത്തത് യഖീനും ഉണ്ടാകണം. അതുണ്ടാകുമ്പോഴാണ് നമുക്ക് ആ ഇമാമത്ത് കരസ്ഥമാക്കാൻ സാധിക്കുക. ഇനി ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ അദ്ദേഹം എങ്ങനെയാണ് സൃഷ്ടികളിൽ നിന്ന് ഏൽക്കേണ്ടി വരുന്ന ഇത്തരം പ്രയാസങ്ങളുടെ ഘട്ടത്തിൽ ഒരാൾക്ക് സ്വബർ പാലിക്കാൻ എങ്ങനെ സാധിക്കും, ആ സ്വബർ പാലിക്കാൻ അവനെ സഹായിക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ്
ആ കാര്യങ്ങളാണ് അദ്ദേഹം എണ്ണി പറയുന്നത്. 20ഓളം കാര്യങ്ങൾ, സ്വബറിന് നമ്മെ സഹായിക്കുന്ന 20ഓളം കാര്യങ്ങൾ ശൈഖുൽ ഇസ്ലാം പറയുന്നുണ്ട്. ചുരുക്കി ആ കാര്യങ്ങൾ പറയുകയാണ്. ഒന്നാമത്തത്, അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് സൃഷ്ടികളുടെ പ്രവർത്തനത്തെ സൃഷ്ടിക്കുന്നത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, അഥവാ അന്നല്ലാഹു സുബ്ഹാനഹു വ തആല ഖാലിഖു അഫ്ആലിൽ ഇബാദി വ ഹറകാതിഹിം വ സകനാതിഹിം വ ഇറാദാതിഹിം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനാണ് സൃഷ്ടികളെ പടച്ചവൻ. സൃഷ്ടികളെ പടച്ച റബ്ബ് തന്നെയാണ് അവരുടെ പ്രവർത്തനങ്ങളെയും അവരുടെ ചലനങ്ങളെയും അവരുടെ നിശ്ചലനങ്ങളെയും അവരുടെ ഉദ്ദേശങ്ങളെയും എല്ലാം സൃഷ്ടിക്കുന്നത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരാൾക്ക് സൃഷ്ടികളിൽ നിന്ന് ഏൽക്കേണ്ടി വരുന്ന പ്രയാസങ്ങളുടെ സമയത്ത് ക്ഷമിക്കാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണോ ഉദ്ദേശിക്കുന്നത് അത് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഫമാ ശാ അല്ലാഹു കാൻ വമാ ലം യകുൻ. അല്ലാഹു ഉദ്ദേശിച്ചത് മാത്രമേ സൃഷ്ടികളിൽ നിന്ന് ഉണ്ടാവുകയുള്ളൂ. അല്ലാഹു ഉദ്ദേശിക്കാത്ത സംഭവിക്കുകയില്ല. ഈ ലോകത്തോ ഉപരിലോകത്തോ ഒരു ചെറിയ ചലനം പോലും നടക്കണമെങ്കിൽ അള്ളാഹുവിന്റെ ഇദ്നും അള്ളാഹുവിന്റെ മശീഅത്തും അള്ളാഹുവിന്റെ ഉദ്ദേശവും വേണ്ടതുണ്ട്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനാണ് നിന്റെ ഉപദ്രവിച്ചവന്റെ പ്രവൃത്തിയെ അവനാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. അതിന്റെ പിന്നിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അവന്റെ ഹിക്മത്തുകൾ ഉണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് നിനക്കെതിരിൽ ഇവൻ ആധിപത്യം നൽകിയിട്ടുള്ളത്, സുൽത്തത്ത് നൽകിയിട്ടുള്ളത്. അതിന് അവന്റെ അടുക്കൽ അവന്റെ ഹിക്മത്തുകളുണ്ട്. അതുകൊണ്ട് ആ കാര്യം നീ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിനക്ക് ടെൻഷനാകാതെ കഴിയാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഹിക്മത്തിന്റെ ഭാഗമായി ഇപ്പോൾ എനിക്കെതിരിൽ അവൻ ആധിപത്യം നൽകിയിരിക്കുകയാണ്. എന്നെ ഉപദ്രവിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് അവൻ അനുവാദം നൽകിയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുന്നതോട് കൂടിയിട്ട് ഒരു വ്യക്തിക്ക് പ്രതികാരമെടുക്കാതെ ക്ഷമിക്കാൻ കഴിയുമെന്നാണ് ശൈഖുൽ ഇസ്ലാം പറയുന്നത്. രണ്ടാമത്തെ കാര്യം, ക്ഷമക്ക് നമ്മെ സഹായിക്കുന്ന, അഥവാ സൃഷ്ടികളിൽ നിൽക്കേണ്ടി വരുന്ന ഈ പ്രയാസങ്ങളുടെ സമയത്ത് ക്ഷമിക്കാൻ നമ്മെ സഹായിക്കുന്ന രണ്ടാമത്തെ കാര്യം, അന്നല്ലാഹ സല്ലത്തൽ ഖൽഖ അലൈഹി ബിസബബി ദുനൂബ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടികൾക്ക് തനിക്കെതിരിൽ ആധിപത്യം നൽകിയത് തന്റെ പാപങ്ങൾ കാരണത്താലാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരാൾക്ക് അവരിൽ നിൽക്കേണ്ടി വരുന്ന പ്രയാസങ്ങളുടെ സമയത്ത് ക്ഷമിക്കാൻ സാധിക്കും. ഒരു അടിമ അവൻ എന്തെങ്കിലും പ്രയാസത്തിന് ഇരയാകുന്ന സമയത്ത്, അവന്റെ സ്വത്തിന്റെ കാര്യത്തിലോ സമ്പത്തിന്റെ കാര്യത്തിലോ അഭിമാനത്തിന്റെ കാര്യത്തിലോ എന്തെങ്കിലും ഒരു പ്രയാസം അവൻ അനുഭവിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അവൻ എന്ത് ചെയ്യണം? അയ്യശ്ഹദ ദുനൂബഹു, അവന്റെ പാപങ്ങളെ കുറിച്ച് ഓർത്തുകൊള്ളണം. വഅന്നല്ലാഹ ഇന്നമാ സല്ലതഹും അലൈഹി ബിദംബിഹി, ഞാൻ ചെയ്തിട്ടുള്ള പാപങ്ങൾ കാരണത്താലാണ് എന്റെ എതിരാളികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്കെതിരിൽ ആധിപത്യം നൽകിയിട്ടുള്ളത് എന്നവൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവന് സ്വബർ പാലിക്കാൻ അതവനെ സഹായിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വമാ അസാബകും മിൻ മുസീബത്തിൻ ഫബിമാ കസബത് ഐദീകും വയഅഫു അൻ കസീർ. നിങ്ങൾക്ക് എന്തോ ഒരു മുസീബത്ത് നിങ്ങളെ ബാധിച്ചിട്ടുണ്ടോ അത് ഫബിമാ കസബത് ഐദീകും, അത് നിങ്ങൾ ചെയ്തിട്ടുള്ള തിന്മകൾ കാരണത്താലാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. فإذا شهد العبد أن جميع ما يناله من المكروه فسببه ذنوبه استغل بالتوبة والاستغفار من الذنوب التي سلطهم عليه بسببها عن ذمهم ولومهم والوقيعة فيهم. അപ്പോൾ ഒരടിമ തന്റെ പാപങ്ങൾ കാരണത്താലാണ് എന്റെ എതിരാളികൾക്ക് അല്ലാഹു എനിക്കെതിരെ ആധിപത്യം നൽകിയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ എതിരാളികളെ പഴിക്കുകയും അവരെ ചീത്ത പറയുകയും ചെയ്ത് സമയം കഴിയാതെ അവൻ തൗബയും ഇസ്തിഗ്ഫാറും വർദ്ധിപ്പിക്കും. അവന്റെ തിന്മയിൽ നിന്ന് മടങ്ങാൻ വേണ്ടിയാണ് ശ്രമിക്കുക, അല്ലാതെ പ്രതികാരദാഹമല്ല അവനെ നയിക്കുക എന്നാണ് ശൈഖുൽ ഇസ്ലാം പറയുന്നത്. وإذا رأيت العبد يقع في الناس إذا آذوه ولا يرجع إلى نفسه باللوم والاستغفار فاعلم أن مصيبته مصيبة حقيقة. ഒരാൾ അവന്റെ സൃഷ്ടികളിൽ നിന്ന് വല്ല പ്രയാസങ്ങളും ഏൽക്കേണ്ടി വന്നു, അതിനുശേഷവും അവന്റെ തിന്മകളെ കുറിച്ചും തെറ്റുകളെ കുറിച്ചും ചിന്തിക്കാതെ ആളുകളുടെ പോരായ്മയും അവരുടെ കുറ്റവും പറഞ്ഞിരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ തന്നെ ഉപദ്രവിച്ചവരെ അധിക്ഷേപിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ ശൈഖുൽ ഇസ്ലാം പറയുന്നു, ഫഅലം അന്ന മുസീബതഹു മുസീബത്തുൻ ഹഖീഖ, അവൻ ഇപ്പോൾ അകപ്പെട്ടിട്ടുള്ളത് വലിയൊരു വിപത്തിലാണ് എന്നവൻ മനസ്സിലാക്കിക്കൊള്ളട്ടെ. വഇദാ താബ വസ്തഗ്ഫറ വഖാല ഹാദാ ദുനൂബി സാറത് ഫീ ഹഖ്ഖിഹി നിഅമ.
എന്നാൽ സൃഷ്ടികളിൽ നിന്ന് പ്രയാസം ഉണ്ടാകുന്ന സമയത്ത് ഇതെന്റെ തിന്മകൾ കാരണത്താൽ എനിക്ക് സംഭവിച്ചതാണ് എന്നവൻ പറയുകയും അവൻ തൗബ ചെയ്യുകയും ഇസ്തിഗ്ഫാർ ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ അവൻ അതൊരു നന്മയാക്കി, അവരിൽ ഏൽക്കേണ്ടി വന്ന ആ പ്രയാസം അവനൊരു നിഅമത്താക്കി മാറ്റാൻ സാധിക്കും. അവനെ തിന്മയെ ഉപേക്ഷിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു സന്ദർഭമാക്കി ആ സന്ദർഭത്തെ അവന് മാറ്റാൻ സാധിക്കും. എന്നിട്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഒരു അസർ ശൈഖുൽ ഇസ്ലാം ഇവിടെ ചേർക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, ലാ യർജുവന്ന അബ്ദുൻ ഇല്ലാ റബ്ബഹു, ഒരടിമ അവന്റെ റബ്ബിൽ മാത്രമേ പ്രതീക്ഷ അർപ്പിക്കാൻ പാടുള്ളൂ. വലാ യഖാഫന്ന അബ്ദുൻ ഇല്ലാ ദംബഹു, ഒരടിമ അവന്റെ തിന്മയെ മാത്രമേ ഭയപ്പെടാനും പാടുള്ളൂ. അല്ലാഹുവിലായിരിക്കണം നമ്മുടെ റജാ, നമ്മുടെ ഭയം നമ്മുടെ തിന്മകളെ സംബന്ധിച്ചുമായിരിക്കണം എന്ന് അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതായി ശൈഖുൽ ഇസ്ലാം ഉദ്ധരിക്കുകയാണ്. സമയമായിട്ടുണ്ടോ? ഇല്ല. മൂന്നാമത്തത്, സൃഷ്ടികളിൽ നിൽക്കേണ്ടി വരുന്ന പ്രയാസങ്ങളുടെ സമയത്ത് ക്ഷമിക്കാൻ നമ്മെ സഹായിക്കുന്ന മൂന്നാമത്തെ കാര്യം, അൻ യശ്ഹദൽ അബ്ദു മാ വഅദഹു അല്ലാഹു മിൻ ഹുസ്നി സവാബി ഇൻ സബർ. ക്ഷമിച്ചു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സൃഷ്ടികൾക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ള പ്രതിഫലത്തെ ഓർത്തു കഴിഞ്ഞാൽ ഒരാൾക്ക് സബർ പാലിക്കാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രയാസങ്ങളുടെ സമയത്ത്, സൃഷ്ടികളിൽ നേരിടേണ്ടി വരുന്ന പ്രയാസങ്ങളുടെ സമയത്ത് ക്ഷമിക്കുന്ന ആളുകൾക്കുള്ള പ്രതിഫലമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വജസാഉ സയ്യിഅത്തിൻ സയ്യിഅത്തുൻ മിസ്ലുഹാ. ഇങ്ങോട്ട് മോശമായി പെരുമാറിയവനുള്ള പ്രതിഫലം തത്തുല്യമാണ്. ഫമൻ അഫാ വ അസ്ലഹ ഫഅജ്റുഹു അലല്ലാഹ്. എന്നാൽ ആരാണോ തത്തുല്യമായ പ്രതികാരമെടുക്കാതെ വിട്ടുവീഴ്ച ചെയ്യുകയും അതുപോലെ തനിക്കും ആർക്കുമിടയിലാണോ അസ്വാരസ്യങ്ങൾ ഉണ്ടായിട്ടുള്ളത് ആ ബന്ധം നന്നാക്കുകയും ചെയ്തിട്ടുള്ളത്, ഫഅലല്ലാഹ്, അവനുള്ള പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല കണക്കാക്കാതെ അവന്റെ അടുക്കൽ നിശ്ചയിച്ചിരിക്കുന്നു. ഇന്നഹു ലാ യുഹിബ്ബുൽ ളാലിമീൻ. എന്നാൽ ഇങ്ങോട്ട് പ്രയാസപ്പെടുത്തിയതിന് പകരം അങ്ങോട്ട് അർഹമല്ലാത്ത രൂപത്തിൽ പ്രതികരിക്കുന്ന ളാലിമീങ്ങളെ ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നില്ല. ഈ ആയത്തിൽ മൂന്ന് കൂട്ടരെ കുറിച്ച്, പ്രയാസങ്ങൾ ഏൽക്കേണ്ടി വരുന്ന മൂന്ന് കൂട്ടരെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. ഒന്ന്, തന്നെ ഉപദ്രവിച്ചതിന് തത്തുല്യമായി പ്രതികരിക്കുന്ന വ്യക്തി. അതാണ് ഒന്നാമത്തെ ആയത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞിട്ടുള്ള വജസാഉ സയ്യിഅത്തിൻ സയ്യിഅത്തുൻ മിസ്ലുഹാ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തത്, തന്നെ പ്രയാസപ്പെടുത്തിയതിന് പകരമായി അനർഹമായി അങ്ങോട്ട് ഉപദ്രവിക്കുന്നത്, തന്നെ ഉപദ്രവിച്ചതിന്റെ തോതനുസരിച്ചല്ല അതിനപ്പുറത്ത് ദുൽമ കാണിക്കുന്ന വ്യക്തികൾ. അതാണ് രണ്ടാമത്തെ വിഭാഗം. അതാണ് ഇന്നഹു ലാ യുഹിബ്ബുൽ ളാലിമീൻ എന്ന ആയത്തിൽ കൊണ്ട് വിവക്ഷിക്കപ്പെടുന്നത്. മൂന്നാമത്തെ വിഭാഗം അവർ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുന്ന, അതുപോലെ അസ്വാരസ്യങ്ങൾ ഉണ്ടായതിനു ശേഷം ബന്ധം നന്നാക്കുന്ന ആളുകളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പ്രതിഫലം ഇവിടെ പറഞ്ഞിട്ടില്ല, മറിച്ച് അവരുടെ പ്രതിഫലം അള്ളാഹുവിന്റെ അടുക്കലുണ്ട് എന്ന് പറഞ്ഞേക്കാണ്. എന്ന് പറഞ്ഞാൽ അത്രയും കണക്കാക്കാൻ കഴിയാത്തത്ര പ്രതിഫലം അവർക്കുണ്ടാകുമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചിട്ടുള്ളത്. ഈ മൂന്ന് വിഭാഗക്കാരിൽ വാലിമീങ്ങളുടെ കൂട്ടത്തിൽ ഒരിക്കലും വിശ്വാസി ഉൾപ്പെടാൻ പാടില്ല. അതുപോലെ തത്തുല്യമായ പ്രതികാരം എടുക്കുക എന്ന് പറഞ്ഞാൽ അതും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളത് വിട്ടുവീഴ്ചയെയും അതുപോലെ നല്ല ബന്ധത്തെയുമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളത് എന്നാണ് ഈ ആയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ നാലാമതായി, പ്രയാസങ്ങൾ, സൃഷ്ടികളിൽ നിന്നുള്ള പ്രയാസങ്ങൾ ഏൽക്കേണ്ടി വരുമ്പോൾ ക്ഷമിക്കാൻ നമ്മെ സഹായിക്കുന്ന നാലാമത്തെ കാര്യം, ഒരാൾ ക്ഷമിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് അവന് ലഭിക്കുന്ന ഒരു ഫായിദയാണ്, ക്ഷമയിലൂടെ അവന്റെ സുഹൃത്തുക്കളെ സംബന്ധിച്ച്, അല്ലെങ്കിൽ തന്നെ ഉപദ്രവിച്ചവരാകട്ടെ അല്ലെങ്കിൽ തന്റെ മറ്റുള്ള സഹോദരങ്ങളാകട്ടെ,
അവരെ കുറിച്ച് നല്ല ഒരു വിചാരം ക്ഷമയിലൂടെ നിലനിർത്താൻ സാധിക്കുമെന്നാണ്. ശൈഖുൽ ഇസ്ലാം പറയുന്നു, അൻ യശ്ഹദ അന്നഹു ഇദാ അഫാ വഅഹ്സന ഔറസഹു ദാലിക മിൻ സലാമത്തിൽ ഖൽബി ലിഇഖ്വാനിഹി. പ്രയാസങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അല്ലെങ്കിൽ സൃഷ്ടികൾ അവനെ ഉപദ്രവിക്കുന്ന സമയത്ത് അവൻ ക്ഷമിച്ചു കഴിഞ്ഞാൽ അതവന്റെ മനസ്സ് സലീമായി നിലനിൽക്കാൻ അത് കാരണമാകും. എന്ന് പറഞ്ഞാൽ സൃഷ്ടികളെ കുറിച്ചൊരു പകയോ അവരെ കുറിച്ചൊരു മോശം ചിന്താഗതിയോ അല്ലെങ്കിൽ അവരോടൊരു ഹെസ്ദോ ഒരു പകയോ ആ ചിന്തകളൊന്നും ഇല്ലാതെ സലാമത്തുൽ ഖൽബ് ലഭിക്കണമെങ്കിൽ എന്തു വേണം? അവൻ സ്വബർ പാലിക്കണം. എന്നാൽ അവൻ പ്രതികാരമെടുത്തു കഴിഞ്ഞാലോ അതവന്റെ മനസ്സിൽ തന്റെ സഹോദരന്മാരെ കുറിച്ചുള്ള മോശപ്പെട്ട ചിന്തകൾ നിറക്കും. അതുപോലെ അവന്റെ മനസ്സിൽ പ്രയാസങ്ങൾ ഉരുണ്ടുകൂടും. അതുപോലെ അവരോട് പ്രതികാരമെടുക്കണമെന്ന ചിന്ത ഉണ്ടാകും. ഇതിനേക്കാൾ ഏറ്റവും നല്ലത് ഒരാളെ സംബന്ധിച്ചിടത്തോളം സ്വബർ ചെയ്തുകൊണ്ട് അവന്റെ മനസ്സ് എല്ലാവിധ ടെൻഷനുകളിൽ നിന്നും അവന്റെ മനസ്സിനെ ഒഴിവാക്കലാണ്. ശൈഖുൽ ഇസ്ലാം പറയുന്നു, വഹസല ലഹു മിൻ ഹലാവത്തിൽ അഫ്വി മാ യസീദു ലസ്സതഹു വമൻഫഅതഹു ആജിലൻ വആജിലൻ അലൽ മൻഫഅത്തിൽ ഹാസിലതി ലഹു ബിൽ ഇന്തിഖാമി അദ്ആഫൻ മുളാഅഫ വയദ്ഖുലു ഫീ ഖൗലിഹി തആല വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ. ഒരാൾ അവന് സൃഷ്ടികളിൽ നിന്ന് വല്ല പ്രയാസങ്ങളും ഉണ്ടായി, ആ സമയത്ത് അവൻ പ്രതികാരമെടുക്കാതെ അവൻ വിട്ടുവീഴ്ച ചെയ്തു കഴിഞ്ഞാൽ അവൻ ആ വിട്ടുവീഴ്ചയുടെ മാധുര്യം അവൻ അനുഭവിക്കാൻ സാധിക്കും. ഏതിനേക്കാൾ? പ്രതികാരമെടുത്ത അവൻ എന്തൊക്കെ ബെനിഫിറ്റ് കിട്ടുമോ ആ ബെനിഫിറ്റിനേക്കാൾ ആ ലാഭത്തേക്കാൾ ഇഹത്തിലും പരത്തിലും ഇരട്ടിയായ ലാഭം അവന്റെ വിട്ടുവീഴ്ചയിലൂടെ നേടിയെടുക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ മനസ്സിനെ ശാന്തമാക്കി നിലനിർത്താനും അത് അവനെ സഹായിക്കും. അതോടൊപ്പം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ള വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ, അല്ലാഹു മുഹ്സിനീങ്ങളെ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ആ മുഹ്സിനീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനും അവനെ ആ ക്ഷമ സഹായിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള കാര്യമാണ് സ്വബർ എന്ന് പറയുന്നത്. അപ്പോൾ സ്വബർ പാലിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഉദാഹരണം എന്താ? ശൈഖുൽ ഇസ്ലാം പറയുന്നു, ഫയസീറു മഹ്ബൂബൻ ലില്ലാഹ്. സ്വബർ പാലിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവൻ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളായി മാറും. വയസീറു ഹാലുഹു ഹാല മൻ അഖദ അലൈഹി ദിർഹം ഫഉവ്വിദ അലൈഹി അൽവഫാഉ മിന അദ്ദനാനീർ. അപ്പോൾ പ്രയാസങ്ങൾ ഉണ്ടായ സമയത്ത്, ബുദ്ധിമുട്ടുകൾ ഉണ്ടായ സമയത്ത് ക്ഷമിച്ച ആളെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഉദാഹരണം എങ്ങനെയാണ്? അവന് ചില വെള്ളി നാണയങ്ങൾ നഷ്ടപ്പെട്ടതിന് പകരം സ്വർണ്ണ നാണയങ്ങൾ പകരം കിട്ടിയവനെ പോലെയാണ് അവന് ചിലപ്പോൾ എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം, അവന് ചിലത് നഷ്ടപ്പെട്ടിട്ടുണ്ടാകാം, പക്ഷെ പകരമായി കിട്ടിയതോ അതിനേക്കാൾ നല്ലത്. വെള്ളി നാണയങ്ങൾ നഷ്ടപ്പെട്ടതിന് പകരം സ്വർണ്ണ നാണയം പകരം കിട്ടിയവനെ പോലെയാണ് പ്രയാസങ്ങളുടെ സമയത്ത് ക്ഷമിച്ചവൻ എന്ന് ശൈഖുൽ ഇസ്ലാം പറയുന്നു. അതുപോലെ അവൻ സ്വബർ പാലിച്ചതിന്റെ പേരിൽ പിന്നീട് അവൻ സന്തോഷിക്കുകയും ചെയ്യും എന്നും ശൈഖുൽ ഇസ്ലാം പറയാം. അഞ്ചാമത്തെ കാര്യം ശൈഖുൽ ഇസ്ലാം പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ആരാണോ പ്രയാസങ്ങളുടെ സമയത്ത് പ്രതികാരമെടുക്കുന്നത് അവൻ ഭാവിയിൽ അവനൊരു നിന്ദ്യതയായി അതവന്റെ മനസ്സിൽ അവശേഷിക്കുമെന്നാണ്. പ്രതികാരമെടുത്തവൻ അവന്റെ മനസ്സെപ്പോഴും ഒരു ദുല്ലത്തിനെ പേറിക്കൊണ്ടിരിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. അയ്യഅലമ അന്നഹു മൻ സഖമ അഹദുൻ ഖത്തു ലിനഫ്സിഹി ഇല്ല ഔറസഹു ദാലിക ദുല്ലൻ യജിദുഹു ഫീ നഫ്സി. ആരാണ് സ്വന്തത്തിന് വേണ്ടി, സ്വന്തം കാര്യത്തിന് വേണ്ടി പ്രതികാരമെടുക്കുന്നത്, അത് ആ പ്രതികാരമെടുക്കൽ അവന്റെ മനസ്സിൽ എന്നും ഒരു ദുല്ലത്തായി അവശേഷിക്കും. എന്നാൽ വിട്ടുവീഴ്ച ചെയ്തു കൊടുത്താലോ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് പ്രതാപം നൽകും, ഇസ്സത്ത് നൽകും. അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിച്ചു തന്നിട്ടുള്ള കാര്യമാണ്. റസൂൽ പറഞ്ഞു, മാ സാദല്ലാഹു അബ്ദൻ ബിഅഫ്വിൻ ഇല്ലാ ഇസ്സ. വിട്ടുവീഴ്ച ചെയ്ത കാരണത്താൽ അല്ലാഹു ഒരുത്തന്റെ ഇസ്സത്ത് ഉയർത്താതിരിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. فالعز الحاصل بالعفو احب اليه وانفع له من العز الحاصل له بالانتقام. അപ്പോൾ പ്രതികാരമെടുക്കുന്നതിലൂടെ ഒരാൾക്ക് ഇസ്സത്ത് കിട്ടി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ
അതിനേക്കാൾ അവന് ഉപകാരപ്പെടുന്ന ഇസ്സത്ത്. പ്രതാപം എന്ന് പറഞ്ഞാൽ വിട്ടുവീഴ്ചയിലൂടെ ലഭിക്കുന്ന പ്രതാപമാണ്, ഇസ്സത്താണ് എന്ന് ശൈഖുൽ ഇസ്ലാം പറയുന്നു. കാരണം പ്രതികാരമെടുക്കുന്നതിലൂടെ ലഭിക്കുന്ന ഇസ്സത്ത് ഇസ്സുൻ ഫിൽ ളാഹിർ, അത് പുറമേയുള്ള ഇസ്സത്താണ്. വഹുവ യൂരിസു ഫിൽ ബാത്തിനി ദുല്ല, എന്നാൽ ആ ബാഹ്യമായിട്ട് അത് ഇസ്സത്താണെന്ന് തോന്നിപ്പിച്ചാലും പ്രതികാരമെടുക്കുന്നവന്റെ മനസ്സ് ചെറുതായിരിക്കും. ആ മനസ്സിൽ അവനൊരു ദുല്ലത്തിന് പേരേണ്ടി വരും, ഒരു നിന്ദ്യതയെ പേരേണ്ടി വരും. എന്നാൽ വൽ അഫു ദുല്ലും ഫിൽ ബാത്തിൻ, എന്നാൽ സമയമായി കഴിഞ്ഞാൽ ബാങ്ക് കൊടുക്കാൻ വന്നേ നിർത്തും ഇൻഷാ അല്ലാഹ്. എന്നാൽ അഫു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വിട്ടുവീഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറമേക്ക് അതൊരു കുറച്ചിലാണെങ്കിലും വഹുവ യൂരിസുൽ ഇസ്സ ബാത്തിൻ വളാഹിറ, അത് ആ വിട്ടുവീഴ്ച നമ്മുടെ മനസ്സിന് ഇസ്സത്ത് നൽകും എന്നാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പറയുന്നത്. സമയം ബാക്കിയുള്ള കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് നിങ്ങൾ വായിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.